ഗുരുവായൂർ അമ്പലനടയിൽ ഈ ഒരു സിനിമ ആദ്യത്തെ ദിവസം ആദ്യത്തെ ഷോ തന്നെ കാണണമെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ച പ്രധാന ഘടകം ഇതിൻ്റെ സംവിധായകനായിട്ടുള്ള വിപിൻ ദാസും അതുപോലെ തന്നെ ബേസിൽ ജോസഫും ഈ രണ്ട് ഘടകങ്ങളാണ്. ഒരു വൃത്തികെട്ട കാക്ക പുറത്തിരിപ്പുണ്ട്, ഇടക്കിടക്ക് കരയും, ഭയങ്കര സൗണ്ടായിരിക്കും, നിങ്ങൾ സഹിക്കുക. അപ്പോൾ ഈ രണ്ട് ഫാക്ടറാണ് എന്നെ ഈ സിനിമ ആദ്യത്തെ ദിവസം തന്നെ കാണണമെന്ന് പ്രേരിപ്പിച്ചത്. സിനിമയിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ പോസിറ്റീവ് നെഗറ്റീവ് പോലുള്ള സംഭവങ്ങൾ പറഞ്ഞു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് പറയേണ്ടത് ഇതിലെ പെർഫോമൻസുകൾ തന്നെയാണ്. എല്ലാവരും ഗംഭീര പെർഫോമൻസ് ആണ്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ജോമോൻ ജോമോൻ ജ്യോതിറാണോ അങ്ങനെയാണെന്ന് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ പേര്. പുള്ളി എന്ന് വെച്ചിട്ടല്ലോ, പുള്ളി സ്ക്രീനിൽ വരുന്ന സമയത്തൊക്കെ പിടി വിട്ട് ചിരിച്ചിട്ടുണ്ട്. അത്രയും ഗംഭീരമായിരുന്നു പുള്ളിയുടെ ആ റോളും പെർഫോമൻസും. അതുപോലെ തന്നെ സിജു സണ്ണി, പിന്നെ നമ്മുടെ ബേസിലിൻ്റെ അനിയനായിട്ട് അഭിനയിച്ച സാപ്പോയി, ഇവരുടെയൊക്കെ പെർഫോമൻസ് ഇവരുടെയൊക്കെ പെർഫോമൻസ് കൊണ്ട് മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു തവണ കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമയാണ് ഈ ഒരു ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറഞ്ഞ ഈ സിനിമ. ഈ സിനിമ ഒരു കിടിലൻ കോമഡി ചിത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രോമാഞ്ചം, ജാനേമൻ, പിന്നെ ആവേശം, ഈ ഒരു സിനിമയൊന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇതൊരു നല്ല സിനിമയാണെന്ന്. പക്ഷേ കോമഡി സിനിമ എന്താണെന്നും ചിരിയുടെ അളവ് ഏത് ലെവൽ വരെ നമുക്ക് പോകുമെന്നൊക്കെ നമ്മൾ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ആ ഒരു ബെഞ്ച് മാർക്കിന് ഒപ്പമോ അല്ലെങ്കിൽ അതിന് മേലിലേക്ക് പോയാൽ മാത്രമേ നമുക്കൊരു കിഡിലൻ കോമഡി ചിത്രമാണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ സിനിമയെ സംബന്ധിച്ചോളം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ചില സീനുകളിൽ നല്ലോണം ചിരിച്ചു. പക്ഷെ ത്രൂ ഔട്ട് സിനിമ എടുത്ത് നോക്കുമ്പോൾ ഒരു റീവാച്ചോ അല്ലെങ്കിൽ ഒന്ന് ഒരാളോട് എടാ കിടിലം പടാടാ പോയി കാണണമെന്നൊക്കെ പറയാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു സംഭവം നമുക്ക് വരുന്നില്ല. അത് തോന്നിപ്പിച്ച ചില ചിത്രങ്ങളാണ് ജാനേമൻ, അതുപോലെ ആവേശം, രോമാഞ്ചം ഒക്കെ 2ഉം 3ഉം തവണയൊക്കെ തിയേറ്ററിൽ പോയി കണ്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, അതുപോലെ ഈ സംവിധായകന്റെ മുന്നത്തെ ചിത്രമായിട്ടുള്ള ജയ 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 ഹേക എക്സ്ട്രാ ഓർഡിനറി സാധനമാണ്. അപ്പോൾ ആ സിനിമയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിലെ കോമഡി കാര്യങ്ങളൊന്നും അത്ര ഭീകരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. വളരെ ലൈറ്റാണ്, കുറച്ച് മാത്രമേ ഉള്ളൂ, അതാണ്. പിന്നെ അവസാനം ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ ഉള്ള മൊത്തത്തിൽ ഓവറോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊരു ഗോൾഡ് 2.0 ആയിട്ടാണ് ഫീൽ ചെയ്തത് അൽഫോൺസ് പുത്രൻ്റെ. കാരണം ഗോൾഡ് സിനിമേനേക്കാൾ കുറച്ചും കൂടി നല്ല സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അല്ലാതെ ഇതൊരു ഭയങ്കര ഗംഭീര സിനിമയാണ്, ഇതൊരു കിടിലം കോമഡി ചിത്രമാണെന്നൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഈ വീക്കെൻഡിലൊക്കെ ഒന്ന് തിയേറ്ററിൽ പോയി അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു സിനിമ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ മറ്റ് സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് പോയി കണ്ടു നോക്കാവുന്ന ഒരു ചിത്രമാണ് ഈ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന ഈ സിനിമ. അത്രേ ഉള്ളൂ സിനിമയെ കുറിച്ചിട്ട് പറയാനായിട്ട്. പിന്നെ ഇത് കുറച്ച് ഗസ്റ്റ് അപ്പിയറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. കുഴപ്പമില്ല, നൈസായിരുന്നു. വലിയ അടിപൊളിയായിരുന്നു എന്ന് പറയാനുള്ള, കുഴപ്പമില്ല, നൈസായിരുന്നു. പിന്നെ യോഗി ബാബുവിനെയൊക്കെ കൊണ്ടുവന്ന എന്ത് കാര്യത്തിലാണെന്ന് എനിക്കൊരു ഐഡിയയും കിട്ടിയില്ല. ഇനി എന്തെങ്കിലും ആട്ടെ, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്, അവരുടെ പൈസ, അവരുടെ സിനിമ. അപ്പോൾ അത്രയൊക്കെ സിനിമയെ കുറിച്ചിട്ട് പറയാനുള്ളൂ. എനിവേ, താങ്ക് യു സോ മച്ച്.